ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ചാർ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? എല്ലാ മീനുകൾ കൊണ്ടും നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. എന്നാൽ വരാൽ കൊണ്ടുള്ള ഒരു അച്ചാറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ വരാൽ. ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 1.5 മണിക്കൂറായിട്ടുണ്ടാവും വെച്ചിട്ട്. നമ്മൾ എത്ര നേരം വെക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ആ ഉപ്പും മുളകും എല്ലാം ആ മീനിലേക്ക് നന്നായി പിടിച്ചോളും. പിന്നെ ഞാൻ ഈ മീനിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് തൊലി കളയണമെന്നുണ്ടെങ്കിൽ കളഞ്ഞോളൂ. പിന്നെ ഈ മീന് മുള്ള് നിങ്ങൾക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഈ മുള്ളിൻ്റെ കുറച്ചുകൂടി ഒന്ന് മാറ്റുക. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മുള്ള് ഉണ്ട്, അത് പ്രശ്നമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇതാ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ മുള്ളോട് കൂടിയിട്ട് തന്നെ വെച്ചോ. ഇനി മുള്ള് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ മാറ്റിയാൽ മതി. നമുക്കിങ്ങനെ കിട്ടും. ഇത് അതേപോലെ മുള്ള് കിട്ടും. അപ്പോൾ നമുക്കിത് ഒന്ന് പൊരിച്ചെടുക്കാം. ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. മീനൊക്കെ ഈ അച്ചാറിടാനൊക്കെ നല്ലെണ്ണയാണ് നല്ലത്. ഇപ്പോൾ പൊരിക്കാൻ വേറൊരു എണ്ണയും അച്ചാറുണ്ടാക്കാൻ വേറെ നല്ലെണ്ണ, അങ്ങനെ വേറെ വേറെ എണ്ണയിൽ ഉണ്ടാക്കുന്നില്ല. ഞാൻ ഒരെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം മീന് നമ്മൾ മുമ്പേ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും തേച്ച് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഒരു 1-1.5 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കൂടുതൽ തിന്നോട്ടെ കേട്ടോ. ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ച്. ഈ മീനൊരു 2 കിലോ ഉണ്ട് കേട്ടോ. 2 കിലോ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കാവേ. ഇതൊക്കെ കുറച്ചുകൂടി ഒന്ന് ആവാനുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകരുത്, അല്ല ഒരുപാട് ഇങ്ങനെ മൂത്ത് പോകണ്ട. തീ ഒരുപാട് കൂട്ടിയിടുകയും ചെയ്യരുതേ. ഒരു കുറച്ചിട്ട് കൊടുക്കണം. ചെറിയതായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിനൊക്കെ കട്ട് ചെയ്താൽ മതി കേട്ടോ. കണ്ടില്ലേ? ഞാൻ ആദ്യത്തേനേക്കാളിൽ കുറച്ചും കൂടെ വലിപ്പം ചെറുതായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് വെച്ചപ്പോൾ കുറച്ചും കൂടി വലുതായിരുന്നു. അപ്പോൾ ഞാനത് ഒന്നും കൂടി ചിലത് കട്ട് ചെയ്യാത്തതുണ്ടായിരുന്നു. കുറച്ച് വലിപ്പം കൂടുതലുള്ളതൊക്കെ ഇങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനെല്ലാം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കാവേ. അധികം മൂത്ത് പോവരുത്. അധികം മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതേപോലെ എല്ലാം വേഗം ചെയ്യണം. വെന്തിട്ടില്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ അത് കേടായി പോവുകയും ചെയ്യും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണേ. ഇതാ ഏകദേശം ഇതാ ഇങ്ങനെ വരണം, കണ്ടോ? ഇങ്ങനെ ഇത് 1-2 എണ്ണം നമുക്ക് വലുതുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിടാം. 1-2 പീസ് ഉണ്ട് വലുത്, അതൊന്ന് അങ്ങനെ നമുക്ക് മുറിച്ചിട്ടേക്കാവേ. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ്. എണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് കടുകിട്ട് കൊടുക്കാം.
ഒരു സ്പൂൺ കടുകാണ് നമ്മൾ ഇട്ടത് കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് പെരുംജീരകം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇഷ്ടമില്ലാത്ത ആൾക്കാരിടണ്ട, പക്ഷേ പെരുംജീരകം ഇട്ടാൽ നമ്മുടെ പെരുംജീരകം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇഷ്ടമില്ലാത്തവരിടണ്ട. ഞാൻ വലിയൊരു ഇഞ്ചിയാണ് ചെറിയ പീസായിട്ട് മുറിച്ചതിട്ട് കൊടുത്ത്. പിന്നെ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഞാൻ അറിയാതെ ഇതിലേക്ക് ഇട്ട് പോയി കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇത്രയുണ്ട്, ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, വലുത്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എത്ര ഉണ്ടോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. കൂടുതലിനനുസരിച്ച് നമുക്ക് നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് കൂടും. പച്ചമുളക് ഞാനൊരു 3 പച്ചമുളകാണ് ഇട്ടേക്കുന്നത്. അത് എൻ്റെ പച്ചമുളകിന് അത്യാവശ്യം എരിവുള്ള മുളകാണ്. ഞാനൊരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാവേ. ഇഞ്ചി അത്യാവശ്യം വലിപ്പമുള്ള 2 ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ കാണിക്കുന്നതിന് മുൻപേ എണ്ണയിലേക്ക് ഇട്ടുപോയി, ക്ഷമിക്കണം. പിന്നെ വെളുത്തുള്ളി ഞാൻ പറഞ്ഞില്ലേ 3 വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് കുറച്ച് കൂടി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് തരുകയുള്ളൂ കേട്ടോ. എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വെളുത്തുള്ളിയും ഇഞ്ചിയും വേണ്ട, എന്നാലും അത്യാവശ്യം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണം. പിന്നെ നമ്മൾ കായമില്ലേ, കായത്തിൻ്റെ കട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കായം അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കായത്തിൻ്റെ കഷ്ണം തന്നെ എടുക്കണം. എന്നിട്ട് അതുണ്ടല്ലോ കുറച്ച് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അത് ഇതിലേക്ക് പൊടിച്ച് ചേർക്കണം കേട്ടോ. ഞാൻ പൊടിയാണ് ഇടുന്നത്, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. വേണമെങ്കിൽ നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ അരിഞ്ഞിട്ടാലും മതി. ഞാൻ പിന്നെ എൻ്റെ വെളുത്തുള്ളികൾ ചെറിയതാണ്, അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞിടാത്തത്. വലുതെല്ലാം ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. വലുതുള്ളതൊക്കെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇഞ്ചി പിന്നെ ചെറിയ പീസായിട്ടാണ് ഇട്ടിരിക്കുന്നത്, നീട്ടിയിട്ടല്ല ഇട്ടിരിക്കുന്നത്, കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പച്ച ഇതൊക്കെ ഒന്ന് പോകണം, പച്ച ചുവയൊക്കെ മാറി നമുക്കൊന്ന് ഇതിൻ്റെ ഒന്ന് വാടി കിട്ടണം നമുക്ക്. തീ നമുക്ക് കുറച്ചിടാം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ഉലുവ ഇങ്ങനെ എണ്ണയിലേക്ക് ഇടാതെ നിങ്ങൾ ചൂടാക്കി പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 2 കിലോ മീനല്ലേ എടുത്തിരിക്കുന്നത്, അപ്പോൾ 2 കിലോ മീനിലേക്ക് 1 സ്പൂൺ ഉലുവയൊക്കെ മതി. ഉലുവ കൂടി പോകരുത്. ഉലുവ കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന് കയ്പ്പ് രസം ഉണ്ടാവും. ഞാനിപ്പം ഡയറക്റ്റ് പൊടിക്കാതെ എണ്ണയിലേക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. പെരുംജീരകം ഇടുന്നത് നല്ലതാണ്, പറ്റുമെങ്കിൽ ഒന്ന് ചതച്ചിട്ടിടുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഞാൻ ചതച്ചില്ല. അപ്പം പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചേക്ക് കേട്ടോ. നന്നായിട്ട്
വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതിയേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടിയും ഒക്കെ വേഗം കരിഞ്ഞു പോവും. ഇനി ഞാനിതിലേക്കൊരു 4 സ്പൂണ് മുളക് പൊടിയാണ് ഇടുന്നത്. 2, 3, 4 ഒരു 5 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. 3 സ്പൂണ് കാശ്മീരി മുളകും 2 സ്പൂണ് എരിവുള്ള മുളകുമാണേ. 1 ടീസ്പൂണ് കാശ്മീരിയാണ് കേട്ടോ. എരിവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആ മീന് ഇട്ട് കൊടുക്കാവേ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചിലതൊക്കെ കുറച്ച് വലിപ്പം കൂടുതലുള്ള കഷ്ണം ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തീരെ ചെറുതൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെ ഒന്നും മുള്ള് ഞാൻ മാറ്റിയിട്ടില്ല. എന്നാൽ കുറച്ചെണ്ണത്തിൻ്റെയൊക്കെ ഇതിൻ്റെ കുറേ എണ്ണത്തിൻ്റെയൊക്കെ മുള്ള് ഞാൻ മാറ്റിയിട്ടുണ്ട്. കാരണം വലിയ മുള്ളായിരുന്നു, ആ മുള്ളൊക്കെ അങ്ങ് മാറ്റിയിട്ടുണ്ട്. മുള്ള മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ഞാൻ ഇത്രയും വലിപ്പമുള്ളതിൻ്റെയൊക്കെ, അതായത് ഇതിൽ കാണുമ്പോൾ കുറച്ച് വലുതായി നിങ്ങൾക്ക് തോന്നും, പക്ഷെ അത്രയും വലിപ്പമൊന്നുമില്ല. ഞാൻ കുറച്ചുകൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയുള്ളതൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അതേപോലെ അങ്ങോട്ട് ഇടുകയാണ് ചെയ്തത് കേട്ടോ. ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം എണ്ണ തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ അച്ചാർ കേടായി പോകും. അധികം ഒഴിച്ചിട്ടില്ല, കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അച്ചാറിലെ കായത്തിൻ്റെയും അതേപോലെ വെളുത്തുള്ളി, ഉലുവ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാം ആയോ എന്നൊന്ന് നോക്കുക കേട്ടോ. ഉപ്പും എരിവുമൊക്കെ എല്ലാം നന്നായി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. അതായത് മുളകോ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. കാരണം അച്ചാറിലാകുമ്പോൾ കുറച്ച് എരിവും ഉപ്പും പുളിയൊക്കെ ഉണ്ടെങ്കിലല്ലേ അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി പുളി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വിനാഗിരി കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മീൻ അച്ചാറൊക്കെ കേടായി പോകാതിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാത്രം നല്ല ഉണങ്ങിയ പാത്രത്തിൽ, ഉണങ്ങിയ കുപ്പിയിലായിരിക്കണം നമ്മൾ ഇട്ട് വെക്കേണ്ടത്. നന്നായി, അതായത് വെള്ളമൊന്നും ഇല്ലാതെ ഇരിക്കാതെ ഉണങ്ങിയ നല്ല കുപ്പിയിലായിരിക്കണം ഇട്ട് വെക്കേണ്ടത്. പിന്നെ മീൻ നന്നായിട്ട്, നമ്മുടെ അച്ചാർ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അച്ചാർ കുപ്പിയിലാക്കി വെക്കാൻ പാടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, കുഴപ്പമൊന്നും വരില്ല. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ